ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്കൊരു നല്ല ദിവസം ആത്മാർത്ഥമായിട്ട് ഞാൻ നേരുകയാണ്. ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ നാമത്തിൽ നീയും നിൻ്റെ കുടുംബവും നിൻ്റെ ചുറ്റുപാടുകളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. ഈശോയുടെ മുമ്പിലാണ് ഈശോയുടെ തിരുജന്മത്തിന് വേണ്ടിയാണ് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും ഈ ഒരുക്കത്തിൻ്റെ കാലഘട്ടത്തിൽ പോലും നമ്മുടെ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം. ചില രോഗങ്ങൾ നമ്മൾ വല്ലാതെ അലട്ടുന്നുണ്ടാകാം. ചില പ്രതിസന്ധികളൊക്കെ നമ്മുടെ ചുറ്റും ഉണ്ടാകാം. ചില വെല്ലുവിളികളൊക്കെ എത്ര ശ്രമിച്ചിട്ടും തരണം ചെയ്യാൻ പറ്റാത്തതായിട്ടുണ്ടാകാം. ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന എന്തുമാകട്ടെ, നീ ഈ കർത്താവിനെ നന്നായിട്ട് മനസ്സിലാക്കിയാൽ, ഈ കർത്താവിനെ നന്നായിട്ട് ആശ്രയിച്ചാൽ അതിനെല്ലാത്തിനും ഉത്തരമുണ്ട്. സുവിശേഷത്തിലേക്ക് നോക്കുമ്പോൾ ഒത്തിരി രോഗികൾ ഈശോയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഈശോ അവരെല്ലാവരെയും സൗഖ്യപ്പെടുത്തുകയാണ്. വചനം ഇപ്രകാരം പറയുന്നു. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 15-ാം അധ്യായം 31-ാം തിരുവചനം. ഊമർ സംസാരിക്കുന്നതും വികലാംഗർ സുഖം പ്രാപിക്കുന്നതും മുടന്തർ നടക്കുന്നതും അന്ധർ കാഴ്ച പ്രാപിക്കുന്നതും കണ്ട് ജനക്കൂട്ടം വിസ്മയിച്ചു. അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി. നോക്കിക്കേ, ഈശോയുടെ ശക്തി ഏതൊക്കെ മേഖലകളിലേക്കാണ് ഇറങ്ങുന്നതെന്ന്. അവരെല്ലാവരും സമാധാനം കൊണ്ട്, സന്തോഷം കൊണ്ട്, സൗഖ്യം കൊണ്ടൊക്കെ നിറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിൻ്റെ കാര്യത്തിൽ ഈ കർത്താവ് ഇടപെടുമെന്ന് നിനക്കൊന്ന് ഹൃദയത്തിൽ ഉറപ്പിച്ച് പറയത്തില്ലേ? തീർച്ചയായിട്ടും ഈശോ നിൻ്റെ ജീവിതത്തിൽ ഇറങ്ങി വരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ഈശോയോട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ആശീർവദിക്കണമേ എന്ന് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ കർത്താവേ, ഈ വ്യക്തിനെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. ഈ വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് സങ്കടം ഉണ്ടെങ്കിലും, എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും കർത്താവേ, നിനക്ക് മാറ്റാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുക. ഈ വ്യക്തിയുടെ സങ്കടങ്ങൾക്ക് ഇന്ന് ഉത്തരവുണ്ടാകട്ടെ. സന്തോഷം കൊണ്ട് നിറയട്ടെ, സൗഖ്യം കൊണ്ട് നിറയട്ടെ. ഈശോ, നിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആദിയിലും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. ആരാധന.